ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക വെച്ചിട്ട് പെട്ടെന്നൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് വന്ന് ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പമായിട്ടുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കോവക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുവൊക്കെ പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സവാള ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കല്ലേ, നമുക്ക് ഇതുപോലെ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സവാളയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോവക്ക ക്രഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ക്രഷ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ കോവക്ക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മളിത് ക്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോവക്കയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. നമ്മൾ സാധാരണ കോവക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇതൊന്ന് കഴിച്ചു പോകട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കോവക്ക വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.